അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16 വ്യാഴാഴ്ച. വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ നിയമവും ഇന്ന് പാർലമെന്റിൽ. മണ്ഡല പുനർനിർണയ നിയമത്തെ എതിർക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. തെന്നിന്ത്യയുടെ പ്രാതിനിധ്യം വെട്ടിക്കുറയ്ക്കുന്ന നിയമത്തെ ചെറുക്കും. നിലവിലെ സീറ്റുകൾ നിലനിർത്തി സംവരണം നടപ്പാക്കണം. സംസ്ഥാനങ്ങളിലെ സീറ്റ് നിശ്ചയിക്കാൻ പൊതുമാനദണ്ഡം വേണമെന്നും പ്രതിപക്ഷം. പ്രതിപക്ഷ പിന്തുണയുണ്ടെങ്കിലേ ബില്ല് പാസാക്കാനാകൂ. മരുന്നുകൾക്ക് 15% വില കൂട്ടുന്നു. ഇറാനിലെ യുദ്ധം മൂലം ഔഷധ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെയും സോൾവെന്റുകളുടെയും വിലയിലുണ്ടായ വർധനയും ഗതാഗത തടസ്സവും ഗതാഗത ചെലവിലെ വർധനയും മൂലമാണ് മരുന്നുകളുടെ വില 15% വരെ വർദ്ധിപ്പിക്കുന്നത്. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യയ്ക്ക് നൽകിയ ഇളവ് പുതുക്കില്ലെന്ന് അമേരിക്ക. ഇനി അമേരിക്കയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങണമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനിയൻ എണ്ണയ്ക്ക് നൽകിയിരുന്ന 30 ദിവസത്തെ ഇളവ് ഈ മാസം 19 അവസാനിക്കും. റഷ്യൻ എണ്ണയ്ക്കുള്ള ഇളവ് ഇതിനകം അവസാനിച്ചെന്നും US ട്രഷറി സെക്രട്ടറി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ മൂലം വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലുകളുടെ നിര. നടുക്കടലിൽ കുടുങ്ങിപ്പോയ 100-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ അനുമതി തേടി. മദർ ഷിപ്പുകളാണ് ഏറെയും. അന്താരാഷ്ട്ര കപ്പൽ ചാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം. CBSE 10ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. 93.70% വിജയം. 25 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മേഖലകളിൽ തിരുവനന്തപുരവും വിജയവാഡയുമാണ് 1ാം സ്ഥാനത്തുള്ളത്. ശബരിമല യുവതീ പ്രവേശന കേസിൽ ലിംഗഭേദവിലക്ക് ശരിയല്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ. ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതാത് വിഭാഗത്തിന് തീരുമാനിക്കാമെന്ന വാദം അംഗീകരിക്കാനാവില്ല. ജാതി, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്കും ശരിയല്ല. ദേവസ്വം ബോർഡിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് കോടതിയിലെത്തിയത്. അവിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് ശബരിമല യുവതീ പ്രവേശനത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള വിധി വന്നതെന്ന് സുപ്രീം കോടതി. മതവിശ്വാസം തെറ്റാണെന്ന് കോടതികൾക്ക് പറയാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാമൂഹിക പരിഷ്കരണത്തിനായി ഒരു മതത്തിന്റെ അന്തസ്സത്തയെ ഇല്ലാതാക്കാനാവില്ലെന്ന് ജസ്റ്റിസ് BV നാഗരത്ന നിലപാടെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയുള്ള വാദത്തിനിടെയാണ് ഈ നിരീക്ഷണങ്ങൾ. പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണത്തിലെ കാണിപ്പൊന്ന് വിഷു ദർശനത്തിനെത്തിയയാൾ കൊണ്ടുപോയി. കാണിപ്പൊന്ന് കാണാതായതോടെ പോലീസ് CCTV പരിശോധിച്ചപ്പോഴാണ് ഭക്തൻ കൈക്കലാക്കിയെന്ന് കണ്ടെത്തുകയും വീണ്ടെടുക്കുകയും ചെയ്തത്. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തി ദർശനം നടത്തുന്നതിനിടെ കണി കാണാൻ നൽകിയ കാണിപ്പൊന്നാണ് ഭക്തൻ കൊണ്ടുപോയത്. മണ്ഡല പുനർനിർണയ നീക്കം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനസംഖ്യ നിയന്ത്രിച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ ആധിപത്യം നൽകുകയും ചെയ്യുന്ന ഈ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരക്കായുള്ള അടിപിടിക്ക് നേതൃത്വം നൽകി മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഭരണത്തിന് ദിശാബോധം നൽകുന്ന നേതാവായി KC ഉയരട്ടെ എന്ന കുറിപ്പോടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പുകഴ്ത്തിയുള്ള കുറിപ്പിന് താഴെ കമന്റുകളുമായി കോൺഗ്രസ് പ്രവർത്തകർ. നേരത്തെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ ഒളിയമ്പുകളും കുറിപ്പിലുണ്ട്. വേനൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ നടത്തരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ കുപ്പികൾ വിൽക്കാൻ അനുമതി തേടി തൃപ്പൂണിത്തുറ സ്വാമി ശരണം എന്റർപ്രൈസസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ചോളം, കരിമ്പ്, മരച്ചീനി എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചതും പുനരുപയോഗിക്കാവുന്നതും മണ്ണിൽ ലയിക്കുന്നതുമായ കുപ്പികൾക്ക് അധികൃതർ അനുമതി നിഷേധിച്ചതിനെതിരെയായിരുന്നു ഹർജി.
പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ 16-കാരനായ അദ്വൈതാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ഗ്രൌണ്ടിൽ കൂട്ടുകാർക്കൊപ്പം പടക്കം പൊട്ടിക്കുന്നതിനിടെ ഗുണ്ട് കൈയിലിരുന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എറണാകുളം ജില്ലയിൽ ചിക്കുൻ ഗുനിയ കേസുകൾ പടരുന്നു. കുന്നുകരയിലും ചെങ്ങമനാട്ടും 9 കേസുകൾ സ്ഥിരീകരിച്ചു. 19 പേർ നിരീക്ഷണത്തിലായി. കുന്നുകര പഞ്ചായത്തിൽ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 24 പേരിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മണ്ണെണ്ണയുടെ വില വർധന പ്രാബല്യത്തിലായതോടെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിൽ. മണ്ണെണ്ണയുടെ വില 52.37 രൂപ വർദ്ധിച്ച് 103 രൂപയിൽ നിന്ന് 155.37 രൂപയായി. കേരളത്തിൽ സർക്കാർ അംഗീകാരം ലഭിച്ച 14,342 എഞ്ചിനുകൾക്ക് മത്സ്യഫെഡിന്റെ പമ്പുകൾ വഴി പ്രതിമാസം 140 മുതൽ 190 ലിറ്റർ വരെ മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നുണ്ട്. ലോക്സഭാ നിയമസഭാ മണ്ഡല പുനർനിർണയത്തിന് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന നിയമ ഭേദഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷ പ്രതിഷേധം മറികടക്കാൻ അനുനയ നീക്കവുമായാണ് കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം മുന്നോട്ടുവയ്ക്കുക. മണ്ഡല പുനർനിർണയ നിയമത്തിനെതിരെ തമിഴ്നാട്ടിൽ ഇന്ന് കരിങ്കൊടി പ്രതിഷേധ സമരം നടത്തുമെന്ന് DMK. എങ്ങും കരിങ്കൊടി ഉയർത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്തു. വനിതാ സംവരണ ബില്ല് ഇന്ന് പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കാനിരിക്കെ സർക്കാർ നീക്കത്തെ പിന്തുണച്ച് മുൻ രാഷ്ട്രപതി പ്രതിഭ പട്ടേലും PSP അധ്യക്ഷ മായാവതിയും. ഓരോ സംസ്ഥാനത്തെയും സീറ്റുകളിൽ പിന്നീട് ചർച്ച നടത്താമെന്ന സർക്കാരിന്റെ സമവായ നിർദ്ദേശം പ്രതിപക്ഷം തള്ളി. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പ്രായപൂർത്തിയാകാത്ത 180-ലധികം പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പരാതിയിൽ 19-കാരനായ മുഹമ്മദ് അയാസ് എന്ന തൻവീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരത്വാഡ സ്വദേശിയായ പ്രതിക്കെതിരെ BJP MP അനിൽ ബോണ്ടെ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 350-ലധികം അശ്ലീല വീഡിയോകൾ ഇയാൾ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വൻ റോഡ് ഷോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗർകോവിലിൽ. 1 കിലോമീറ്ററോളം നീണ്ട റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ആവേശത്തോടെ വരവേറ്റത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിളിച്ചു ചേർത്ത പ്രതിപക്ഷ യോഗത്തിൽ നിന്ന് CPM, CPI ജനറൽ സെക്രട്ടറിമാർ വിട്ടുനിന്നു. BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതാണ് രാഹുലിന്റെ നിലപാടുകളെന്ന് ഇടതു നേതാക്കൾ കുറ്റപ്പെടുത്തി. ബീഹാറിൽ പുതിയ മുഖ്യമന്ത്രിയായി സമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. സമ്രാട്ട് ചൌധരിക്കൊപ്പം വിജയ് ചൌധരിയും വിജേന്ദ്ര യാദവും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള നരേന്ദ്രമോദി ചടങ്ങിനെത്തിയില്ല. ബംഗളൂരു ദാവണഗെരെ സൌത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചതിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നസീർ അഹമ്മദിനെ പുറത്താക്കി. MLC കൂടിയാണ് നസീർ അഹമ്മദ്. മുസ്ലിം സ്ഥാനാർത്ഥി വേണ്ടതായിരുന്നെന്ന് നസീർ അഹമ്മദിനൊപ്പം വർഗീയ പ്രചാരണം നടത്തിയ ഭവനമന്ത്രി സമീർ അഹമ്മദ് ഖാനെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തേക്കും. തിരുപ്പൂർ ജില്ലയിൽ തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയ് നടത്താനിരുന്ന റാലി റദ്ദാക്കി. കടുത്ത ചൂടും തിരക്കും മൂലം 13 സ്ത്രീകളടക്കം 15 പേർ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് റദ്ദാക്കിയത്. 6 കിലോമീറ്റർ റോഡ് ഷോയാണ് ആസൂത്രണം ചെയ്തിരുന്നത്. വൈകുന്നേരം 4-നുള്ള റാലിക്ക് രാവിലെ 10 മുതൽ ജനക്കൂട്ടം സ്ഥലത്തെത്തി. വിജയ് ഏകദേശം 4:45-നാണ് സ്ഥലത്തെത്തിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. യുദ്ധം രൂക്ഷമായതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ 67 ലക്ഷം കോടി രൂപ പിൻവലിച്ചു. ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് പിറകെയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ പിന്മാറ്റം. യുദ്ധം മൂലം ഇന്ത്യയിലെ 25 ലക്ഷം ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടോ വരുമാനമില്ലാതെയോ ദരിദ്രരാകുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ UNDP റിപ്പോർട്ട്. ഇന്ധനവില അടക്കം സമസ്ത ഇനങ്ങൾക്കും വില വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് തകർക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്ക ഇറാൻ അടുത്തഘട്ട സമാധാന ചർച്ച പാകിസ്ഥാനിൽ തന്നെ നടക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ്. ഇതിനിടെ UAE വൈസ് പ്രസിഡന്റുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ ചർച്ച നടത്തി. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണം നിർത്തണമെന്നാണ് UAEയുടെ ആവശ്യം.
US ഇറാൻ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22 അവസാനിക്കും. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്കിലൂടെ ഒറ്റ കപ്പലും കടന്നു പോയിട്ടില്ലെന്ന് അമേരിക്ക. ഇന്നലെ 6 കപ്പലുകളെ തിരിച്ചയച്ചു. ഹോർമുസ് ഉപരോധത്തിനായി US 10,000 സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. 12 പടക്കപ്പലുകളും 100 വിമാനങ്ങളും ദൌത്യത്തിൽ പങ്കാളികളായതായും US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. ഇറാനുമായി സമാധാന ചർച്ച 2 ദിവസത്തിനകം പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിറകെ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ സംഘം ഇന്ന് ഇറാനിലെത്തി ചർച്ച നടത്തും. അമേരിക്ക ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന വലിയ വിശ്വാസത്തോടെയാണ് പാകിസ്ഥാൻ നയതന്ത്ര സംഘം ഇന്ന് ഇറാനിലെത്തുന്നത്. അമേരിക്കൻ ഉപരോധം തുടർന്നാൽ ചെങ്കടൽ ഗൾഫ് മേഖലകളിലെ കയറ്റുമതി തടയുമെന്ന് ഇറാൻ. ഉപരോധം വെടിനിർത്തലിനെ ബാധിക്കുമെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. സമാധാന ചർച്ചയുടെ മറവിൽ അമേരിക്ക ഇറാനിൽ കരയാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് റഷ്യ. അമേരിക്കയുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഇതിനുദാഹരണമാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. UAE-യിൽ സ്കൂളുകൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക്. ഏപ്രിൽ 20 തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകി. ഗാസയിൽ ഇസ്രായേലിന്റെ കനത്ത ബോംബിംഗ്. ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ബോംബിംഗ് നടത്തി 30 പേർ മരിച്ചുവെന്നാണ് വിവരം. പാകിസ്ഥാനിൽ സിറിഞ്ചുകൾ ആവർത്തിച്ചുപയോഗിച്ചതിനെ തുടർന്ന് 331 കുട്ടികൾക്ക് HIV ബാധ. തൌൺസയിലെ THQ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുട്ടികൾക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചത്. 2024 നവംബറിനും 2025 ഡിസംബറിനും ഇടയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. IPL-ൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 5 വിക്കറ്റിന്റെ വിജയം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ലക്നൌ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 15.1 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ RCB മറികടക്കുകയായിരുന്നു. 34 പന്തിൽ 49 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് RCBയുടെ ടോപ്പ് സ്കോറർ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.